അസ്സലാമലൈക്കും. ഇന്ന് റെസിപ്പി അമൂറാണ് കേട്ടോ. അപ്പോൾ ഈ ഫിഷ് എങ്ങനെ ഫ്രൈ ചെയ്യണത് നോക്കട്ടെ. അപ്പോൾ ഒരു ബൗളിലേക്ക് ഫിഷ് ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ, ഉപ്പ്, വിനാഗിരി, അതേപോലെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി അല്ലെങ്കിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്താൽ. അതേപോലെ തന്നെ 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ കായപ്പൊടി ഇട്ടിട്ട് ഒന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് കമൻറ്റ് പറയട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയട്ടോ. അപ്പോൾ നമുക്ക് ഈ മീനൊക്കെ പൊരിച്ചെടുക്കാൻ പറ്റും. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ. അതേപോലെ തന്നെ ഫ്രൈ പാനിൽ പൊരിച്ചെടുക്കണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി അമൂറും ചോറുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.